വെൽക്കം ടു ഗ്രേഡിയൻറ്റ് പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിനോടകം തന്നെ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അറിയാമല്ലോ, പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നോട്ട്സിൻ്റെ ലിങ്ക് അഥവാ നോട്ട്സിൽ കിട്ടാനുള്ള ടെലഗ്രാം ചാനൽ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവിൽ എങ്ങനെയാണ് മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ പറഞ്ഞു നെർവസ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, അത് ന്യൂറോണാണ്. ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ആ ടോപ്പിക് ഒന്നുകൂടി എടുത്തൊന്ന് നോക്കിയിട്ട് വേണം ഇന്നത്തെ ക്ലാസ് കാണാൻ. കാരണം നമ്മൾ ഇന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ബേസിക്കലി ഒരു ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അതിനകത്തൊരു സെൽ ബോഡി ഉണ്ടാകും. ആ സെൽ ബോഡിയിൽ നിന്ന് കുറച്ച് ഡെൻഡ്രോണുകൾ വരുന്നുണ്ടാകും. ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതിന് ഡെൻഡ്രോൺ എന്ന് വിളിക്കും. അതിൻ്റെ എൻഡിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും. അതിൽ നിന്ന് നീണ്ടുപോകുന്ന ഒരു ഡെൻഡ്രൈറ്റ് എന്ന് നമുക്ക് എന്ത് വിളിക്കാം, ആക്സോൺ എന്ന് വിളിക്കാം. അതിൻ്റെ എൻഡിനെ ഉള്ള ബ്രാഞ്ചുകൾ ആക്സോണൈറ്റ് എന്നും, അതിൻ്റെ എൻഡിൽ കാണുന്ന ഈ ഒരു ചെറിയ നോബ് പോലത്തെ സ്ട്രക്ചറിനെ നമ്മൾ സിനാപ്റ്റിക് നോബ് എന്നും വിളിക്കും. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തോളണം. അതിൻ്റെ കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് വേണം ഇന്നത്തെ ക്ലാസ് കാണാൻ. കാരണം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് ഈ പറയുന്ന നെർവിലൂടെ മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ആ രീതി എന്താണ്, എങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പഠിച്ച ബ്രെയിനിൻ്റെ സ്ട്രക്ചർ, അതുപോലെ സ്പൈനൽ കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ കുട്ടിയുടെ സംശയം തന്നെ എന്താണ് നോക്കി, ആർ ഇൻ ദ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺ, ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻസ്, എങ്ങനെയാണ് നെർവിലൂടെ അല്ലെങ്കിൽ ന്യൂറോണിലൂടെ മെസ്സേജുകൾ അല്ലെങ്കിൽ ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ആദ്യം ഒരു ചെറിയ കാര്യം മനസ്സിലാക്കണം. നെർവിലൂടെ മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ നെർവിലെ ഇമ്പൾസുകൾ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ഇമ്പൾസസ്. ദ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺസ് ആർ കോൾഡ് ഇമ്പൾസസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ തൊട്ടു, ഈ തൊട്ടു എന്ന സെൻസേഷൻ ഇത് തൊട്ട് കഴിഞ്ഞ ആ സെക്കൻഡിൽ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ തൊട്ടു എന്ന സെൻസേഷൻ ഇവിടെ എൻ്റെ വിരലിൻ്റെ തുമ്പിലെ നെർവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ബ്രെയിനിലെ സെറിബ്രം വരെ എത്തുന്നത്? അപ്പോൾ അതിൻ്റെ ആ പാത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ആ മൊത്തം പാത്ത് എന്ന് അങ്ങനെയല്ല, മെക്കാനിസമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ ഇതാണ് നെർവിൻ്റെ ആ ഒരു എൻഡ് എന്ന് വിചാരിക്കും. ഇതാണ് ആ നെർവിൻ്റെ ഒരു എൻഡ് എന്ന് വിചാരിക്കുക. അതായത് ഇതൊരു നെർവിൻ്റെ ഭാഗമാണ്. ഈ നെർവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇലക്ട്രിക്കൽ ചാർജുകളുണ്ട്. നിങ്ങൾ സോഡിയം അയോൺ എന്ന് കേട്ടിട്ടുണ്ടോ, Na+. അതുപോലെ പൊട്ടാസ്യം അയോൺ എന്ന് കേട്ടിട്ടുണ്ടോ, K+. ഈ സോഡിയവും പൊട്ടാസ്യത്തിൻ്റെയും അയോണുകൾ നമ്മുടെ നെർവിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ സോഡിയത്തിൻ്റെ അയോണുകളാണ് എപ്പോഴും പുറത്ത് കൂടുതൽ. സോ ഒരു കമ്പാരിറ്റീവ്ലി പോസിറ്റീവ്, അപ്പോൾ നിങ്ങൾ ഒരു നെഗറ്റീവ് ഇവിടെ ഇല്ലല്ലോ എന്ന് പക്ഷേ ആലോചിച്ച് നോക്കിയേ, നെർവിൻ്റെ പുറം ഭാഗത്ത് എപ്പോഴും പോസിറ്റീവ് ചാർജുകളുടെ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ അളവിൽ എന്തുണ്ട്, സോഡിയം അയോണുകളുണ്ട്. ഇനി നെർവിനകത്താണെങ്കിൽ എന്താണുള്ളത്, പൊട്ടാസ്യത്തിൻ്റെ അയോണുകളാണ് കൂടുതൽ. പക്ഷേ റേറ്റ് നോക്കുമ്പോൾ നമുക്ക് പുറത്തെ ഭാഗത്ത് ഒരു പൊട്ടൻഷ്യൽ കൂടുതലും താഴത്തെ ഭാഗത്ത് അല്ലെങ്കിൽ നെർവിനകത്തൊരു പൊട്ടൻഷ്യൽ കുറവുമാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്കത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് പുറത്ത് പൊട്ടൻഷ്യൽ പോസിറ്റീവും അകത്ത് പൊട്ടൻഷ്യൽ നെഗറ്റീവും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതിലോട്ട് വന്നത്. കണ്ടോ, ഒരു ന്യൂറോൺ നമ്മളെടുത്താൽ, ഒരു നെർവ് നമ്മളെടുത്താൽ, നെർവിൻ്റെ പുറം ഭാഗം എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ, അകഭാഗം നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ. ഇനി ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത 1-2 കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്കൊന്ന് മനസ്സിലായാലേ ഇത് ഓർത്തു വയ്ക്കാൻ പറ്റുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഒരു നെർവെങ്കിൽ ഈ നെർവിൽ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നാണ്. എന്തുവാണ്, സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇത് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട, മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചാൽ മതി. സോഡിയം പൊട്ടാസ്യം പമ്പ് ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെർവിൻ്റെ അകത്തും പുറത്തും എന്തുണ്ട്, സോഡിയവും അതുപോലെ പൊട്ടാസ്യവും അങ്ങനെയൊക്കെ കിടക്കുകയാണ്. ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നെർവിനകത്ത് നിന്ന് പുറത്തോട്ട് ആരെ പമ്പ് ചെയ്ത് കളയും, സോഡിയം അയോണിനെ പമ്പ് ചെയ്ത് കളയും. പുറത്ത് നിന്ന് അകത്തോട്ട് ആരെ കൊണ്ടുവരും, പൊട്ടാസ്യം അയോണിനെയും കൊണ്ടുവരും. 3 സോഡിയം അയോണിനെ പുറത്തോട്ട് കളയുമ്പോൾ 2 പൊട്ടാസ്യം അയോണിനെ എന്ത് ചെയ്യും, അകത്തോട്ട് കൊണ്ടുവരും. അപ്പം 3, 2, പുറത്താണ് ചാർജ് കൂടുതൽ, അകത്താണ് ചാർജ് കുറവ്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തിനെ പോസിറ്റീവ് എന്ന് വിളിക്കുന്നതും അകത്തിനെ എന്തെന്ന് വിളിക്കുന്നതും നെഗറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനകത്ത് വീണ്ടും ടെക്നിക്കൽ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ അത്രയും അറിയേണ്ട, ഇത്രയും അറിഞ്ഞാൽ മതി. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നൊരു പമ്പ് എപ്പോഴും എന്ത് ചെയ്യും, സോഡിയം അയോണിനെ പുറത്തോട്ട് കളയുകയും പൊട്ടാസ്യം അയോണിനെ അകത്തോട്ട് കൊണ്ടുവരികയും ചെയ്യും. 3 എണ്ണം പുറത്ത് പോകുമ്പോൾ 2 എണ്ണമാണ് അകത്ത് വരുന്നത്. അപ്പം പുറത്ത് 3 ചാർജും അകത്ത് 2 ചാർജും. സോ പുറത്തായിരിക്കും ചാർജിൻ്റെ അളവ് കൂടുതൽ, അകത്തായിരിക്കും ചാർജിൻ്റെ അളവ് കുറവ്. അപ്പം നമുക്ക് പുറത്ത് എന്തെന്ന് പറയാം, കമ്പാരിറ്റീവ്ലി പോസിറ്റീവ് ആണെന്ന് പറയാം, അകം കമ്പാരിറ്റീവ്ലി നെഗറ്റീവ് ആണെന്നും പറയാം. ഇത്രയും ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥ, അതായത് നെർവിൽ
പുറത്തുനിന്ന് ഒന്നും ടച്ചൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഇരിക്കുന്ന ഒരു നെർവ്. അപ്പോൾ ആ നെർവിനകത്ത് എന്തായിരിക്കും, പുറത്ത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ, അകത്ത് എന്തായിരിക്കും നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ. കുഴപ്പമില്ല, മിണ്ടാതിരിക്കുന്ന സമയം. ഇത് നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അതായത് റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ. ഇക്വിലിബ്രിയമാണ്, അതായത് നെറ്റ് പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുകയാണ്. ആ സമയത്താണ് ഞാനിവിടെ തൊടുന്നത്. അതായത് ഒരു ഇമ്പൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു ഇമ്പൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ പുറത്ത് നിന്നുള്ള, ഇപ്പോൾ ഒരിടത്ത് ഞാൻ വന്ന് തൊടുമ്പോൾ എന്ത് പറ്റും? ഇവിടെയുള്ള പോസിറ്റീവ് അയോൺസ് എങ്ങോട്ട് കയറും? നെർവിനകത്തോട്ട് പോകും. ഇവിടെയുള്ള പോസിറ്റീവ് എങ്ങോട്ട് പോകും? നെർവിൻ്റെ അകത്തോട്ട് പോകും. അപ്പോൾ നെർവിനകത്ത് ഇപ്പോൾ അധികപ്പറ്റായിട്ട് കുറച്ച് പോസിറ്റീവ് ചാർജ് വന്ന് ഇരിപ്പുണ്ട്. നെർവിനകത്ത് അധികപ്പറ്റായിട്ട് കുറച്ച് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയും. ഇത് പറയും ഡീപോളറൈസേഷൻ എന്ന് പറയും. അപ്പോൾ അകത്ത് പോസിറ്റീവ് വന്നു. സോ നെർവിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം തെറ്റുകയാണ്. എപ്പോഴും ഇക്വിലിബ്രിയത്തിലെത്താൻ ശ്രമിക്കുമ്പോൾ ഈ നെർവ് എന്ത് ചെയ്യും? ഈ അകത്ത് വന്ന ചാർജിനെ അവിടെ നിർത്താതെ തൊട്ടടുത്തോട്ട് തട്ടിവിടും. ഞാൻ മാത്രമല്ല, നീയും അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തൊട്ടടുത്തോട്ട് വിടും. അവിടുന്ന് അങ്ങോട്ട് പോകും, അവിടുന്ന് അങ്ങോട്ട് പോകും, അവിടുന്ന് അങ്ങോട്ട് പോകും. ഈ ഒരു രീതിയിലാണ് നെർവിലൂടെ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നൽ പാസ് ചെയ്യുന്നത്. എന്ത് പാസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നൽ പാസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നെർവ് നമ്മൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്തെടുക്കുന്നു? ഒരു നെർവ് എടുക്കുന്നു. ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്, അല്ലെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല, ചുമ്മാ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു നെർവിൻ്റെ ഒരു എൻഡ് എന്ന് വിചാരിക്കുക. ഇവിടെ നിന്നാണ് എന്ത് പോകുന്നത്? ആക്സോൺ പോകുന്നത്. ഇവിടെ ഡെൻഡ്രൈറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് നെർവിൻ്റെ ബോഡി. സോ ഇവിടെയാണ് എന്ത് പറ്റിയത്? പുറത്തത്രയും പോസിറ്റീവ്, അകത്തത്രയും നെഗറ്റീവ്. പുറത്തത്രയും പോസിറ്റീവ്, അകത്തത്രയും നെഗറ്റീവ്. ഇവിടെയാണ് എന്ത് വരുന്നത്? ഒരു ഇമ്പൾസ് വരുന്നത്. എന്ത് വരുന്നത്? ഒരു ഇമ്പൾസ് വരുന്നത്. അതായത് പുറത്ത് നിന്നുള്ള പോസിറ്റീവ് എങ്ങോട്ട് കയറുന്നു? അകത്തോട്ട് കയറുന്നു. പുറത്തുള്ള പോസിറ്റീവ് എങ്ങോട്ട് കയറുന്നു? അകത്തോട്ട് കയറുന്നു. അകത്തിരിക്കോ? ഇല്ല. അതെന്ത് ചെയ്യും? തട്ടി വിടും. എന്ത് ചെയ്യും? തട്ടി വിടും. സോ അത് ഈ ആക്സോണിലൂടെ സഞ്ചരിച്ച് എവിടെ എത്തും? ആക്സോണിൻ്റെ എൻഡിലെത്തും. എവിടെ എത്തും? ആക്സോണിൻ്റെ എൻഡിൽ എത്തും. ഓക്കെ, ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. എങ്ങോട്ട് എത്തും? ആക്സോണിൻ്റെ എൻഡിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യമാണ് ഇതാ ഈ പറയുന്ന പിക്ചറിനകത്ത് കാണിച്ചേക്കുന്നതെന്നൊരു ഐഡിയ വേണം. ഇവിടെ കാണുന്ന പിക്ചറാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇതിനകത്തേക്ക് കണ്ടേക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. നോക്കിയോ എന്താ സംഭവം? നെർവ് ഇമ്പൾസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് നെർവ് ഇമ്പൾസ് എന്ന് ചോദിച്ചാൽ പറയണം, ദ മെസ്സേജസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺസ്, ദേ ആർ കോൾഡ് നെർവ് ഇമ്പൾസസ്. നെർവിലൂടെ, ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്തുണ്ടാവും? ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടാവും. എന്തുണ്ടാവും? ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടാവും. ഓൾ ദ സെൽസ് ഇൻക്ലൂഡിങ് ദ ന്യൂറോൺ ഹാവ് നെഗറ്റീവ് ചാർജ്. അല്ലേ, എല്ലാ സെല്ലുകളിലും എന്തുണ്ട്? ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ട്. ആ ചാർജാണ് സോഡിയത്തിൻ്റെ. നമുക്കറിയാലോ, നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോഡിയവും പൊട്ടാസ്യവും വേണം. അപ്പോൾ സോഡിയം പൊട്ടാസ്യം അയോണുകൾ നമ്മുടെ എല്ലാ സെല്ലിനകത്തും ഉണ്ട്. ഇനി നെർവിലോട്ട് വരുമ്പോൾ നോക്കിയേ, ദ ഇന്നർ സൈഡ് ഓഫ് ദ സെൽ മെമ്പറൈൻ ഹാസ് എ നെഗറ്റീവ് ചാർജ്. സെല്ലിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂറോണിനകത്ത് നെഗറ്റീവ് ചാർജ് കമ്പയർഡ് ടു ദ ഔട്ടർ സൈഡ്. അല്ലേ, പുറവുമായി താരതമ്യം ചെയ്യുമ്പോൾ അകത്ത് നെഗറ്റീവ്. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോസിറ്റീവായ സോഡിയം അയോണും പൊട്ടാസ്യം അയോണും ആണെങ്കിലും പുറത്ത് സോഡിയം അയോണിൻ്റെ അളവ് കൂടുതലാണ്, അകത്ത് പൊട്ടാസ്യം അയോണിൻ്റെ അളവ് കുറവാണ്. സോ കമ്പാരിറ്റീവ്ലി പുറം പോസിറ്റീവും അകം നെഗറ്റീവും ആയിരിക്കും. സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത്, തൊടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് പോസിറ്റീവ് അയോൺ ഫ്രം ദ ഔട്ട് സൈഡ്, പുറത്തുള്ള പോസിറ്റീവ് അയോൺ എന്ത് ചെയ്യും? സെൽ മെമ്പറൈൻ അകത്തോട്ട് കയറും. കാരണം ഈ സെൽ മെമ്പറൈൻ എന്ന് പറയുന്നത് പെർമിയബിൾ ആണ്. അതെന്ത് ചെയ്യും? ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു എന്ത് പറ്റും? ഒരു ടെമ്പററി ചാർജ് വേരിയേഷൻ അവിടെ ഉണ്ടാകും. എന്തുണ്ടാവും? ഒരു ടെമ്പററി ചാർജ് വേരിയേഷൻ അവിടെ ഉണ്ടാകുന്നു. ഇനിയാണ് കണ്ടീഷൻ പറയുന്നത്. ആദ്യത്തെ പിക്ചർ നമ്മൾ കാണുന്നതാണ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് പോസിറ്റീവായി നിൽക്കുകയും ഇന്നർ സർഫസ് നെഗറ്റീവ് ആയിരിക്കും ചെയ്യുന്ന സമയത്ത് പുറവും അകവും തമ്മിലൊരു ബാലൻസ് ഉണ്ടാവും. അതിന് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇതെന്താണ്? സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ അളവ് വെച്ചിട്ടാണ്. സോഡിയമാണ് പുറത്ത്, പൊട്ടാസ്യമാണ് അകത്ത്. ഈ പോയിന്റ് ടെക്സ്റ്റ് ബുക്കിനകത്തില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നാണ്. ഇനി ശ്രദ്ധിക്കുക. സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? കോസസ് ദ സോഡിയം അയോൺ ടു എൻ്റർ ഇൻ ടു ദ സെൽ. സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? എന്താ കണ്ടോ, ഇവിടെ നെഗറ്റീവായി സോഡിയം എന്ത് ചെയ്തു? അകത്തോട്ട് കയറി. എന്ത് പറ്റും? ഇന്നർ സൈഡ് ബിക്കം പോസിറ്റീവ്, ഔട്ട് സൈഡ് ബിക്കം നെഗറ്റീവ്. അല്ലെ, ഇന്നർ സൈഡ് എന്താവും? പോസിറ്റീവ് ആവും, ഔട്ട് സൈഡ് എന്താവും? നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ എന്ത് പറ്റും? റിവേഴ്സൽ ഓഫ് ചാർജ് ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ചാർജ് റിവേഴ്സ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് പറയുന്നത്? ഡീപോളറൈസേഷൻ. ഇനി ഈ ഡീപോളറൈസ് ആയ ചാർജ് അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല. ഇതെന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ദ ഇമ്പൾസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. എങ്ങനെ മൂവ് ചെയ്യും? ദ ഡീപോളറൈസ്ഡ് ന്യൂറോൺ സ്റ്റിമുലേറ്റ്സ് ദ നെക്സ്റ്റ് റീജിയൻ ടു ഡീപോളറൈസ്. ഒരു ഡീപോളറൈസ് ആയ ന്യൂറോൺ എന്ത് ചെയ്യും? തൊട്ടടുത്ത ആൾ ഡീപോളറൈസ് ചെയ്യും.
ഈ പ്രോസസ്സ് കാരണം എന്ത് പറ്റും? നെർവ് ഫൈബറിലൂടെ ഇമ്പൾസ് ഇങ്ങനെ ട്രാവൽ ചെയ്യും. സോ ദിസ് മൂവ്മെൻറ്റ് ഓഫ് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ഈസ് കോൾഡ് നെർവ് ഇമ്പൾസസ്. ഇങ്ങനെ ഇലക്ട്രിക്കൽ സിഗ്നൽ നെർവിനകത്തൂടെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ നെർവ് ഇമ്പൾസ് ഉണ്ടാകുന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഇവിടെ എഴുതേണ്ട പോയിന്റുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നത്. തെറ്റാണല്ലോ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് ഒരു നെർവിൽ നിന്ന് അടുത്ത നെർവിലോട്ട് പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് ഒരു നെർവിൻ്റെ ഹെഡ് ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് പോസിറ്റീവ് ഇരിക്കുന്നതെന്നും ഇതിനകത്താണ് നെഗറ്റീവ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചോളാം. ഇവിടെ നിന്നാണ് ആക്സോൺ പുറത്തേക്ക് വന്നേക്കുന്നത്. ആക്സോണിൻ്റെ എൻഡിലാണ് എന്തുള്ളത്? ആക്സോണായിട്ടും അതിൻ്റെ എൻഡിലായിട്ട് സിനാപ്റ്റിക് നോബ് ഉള്ളത്. ഈ താഴത്തെ പിക്ചറിൽ കാണുന്ന പോലെ. ഇപ്പോൾ ഇവിടെ ഒരു ഇമ്പൾസ് ഉണ്ടായി. ഇവിടെ എന്തുണ്ടായി? ഒരു ഇമ്പൾസ് ഉണ്ടായി. പോസിറ്റീവ് എങ്ങോട്ട് കയറി? അകത്തോട്ട് കയറി. അകത്തോട്ട് കയറി പോസിറ്റീവ് എന്ത് ചെയ്യും? ഈ ന്യൂറോണിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ തീർന്നു അല്ലേ? അപ്പോൾ അടുത്ത നെർവ് വരണം. അപ്പോൾ എങ്ങനെയാണ് ഒരു നെർവിൽ നിന്ന് അടുത്ത നെർവിലോട്ട് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്ത്? അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് കണ്ടോ? വിൽ ദ ഇമ്പൾസ് ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺ ടു ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി? അതെ, ട്രാൻസ്മിറ്റ് ചെയ്യും. എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും? ശ്രദ്ധിച്ചു. ഈ പറയുന്ന എൻ്റെ ശ്രദ്ധിക്കുക. ഒരു ന്യൂറോണിൻ്റെ അവസാനം എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബാണ്. അടുത്ത ന്യൂറോണിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അതിനാണ് ഞാൻ ആദ്യമേ നെർവിൻ്റെ സ്ട്രക്ചർ ഒന്ന് റെഫർ ചെയ്തിട്ട് വരാൻ പറഞ്ഞത്. ഒരു ന്യൂറോണിൻ്റെ അവസാനം എന്ന് പറയുന്നത് ആക്സോണ്, അതിൻ്റെ അടുത്ത് ആക്സോണായിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞു. ഈ കാണുന്ന സാധനമാണ് എന്ത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഏത്? ഈ കാണുന്ന സാധനമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. നമ്മുടെ പിടി, ഈ പറയുന്ന ഡോറിൻ്റെ നോബ് പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഈ നോബിലാണ് എന്ത് വരുന്നത്? ഇമ്പൾസ് വരുന്നത്. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഇമ്പൾസ് എന്ത് ചെയ്യും? കളർ മാറ്റാം അല്ലേ? ഇവിടെ നിന്ന് ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ സഞ്ചരിച്ച് ഈ പറയുന്ന ഡെൻഡ്രൈറ്റിലെത്തിയിട്ട് എവിടെ എത്തി? സിനാപ്റ്റിക് നോബിലെത്തി. സോ ദ ടിപ്പ് ഓഫ് ദ ആക്സോൺ ദാറ്റ് കണ്ടെയ്ൻസ് വെസിക്കിൾസ് ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ. സിനാപ്റ്റിക് നോബ് എന്ന് വെച്ചാൽ എന്താണ്? ആക്സോണിൻ്റെ അവസാന ഭാഗം. ആക്സോണായിട്ടായിട്ട് അതിൻ്റെ അവസാന ഭാഗം. ഇതിനകത്ത് ഇതുപോലത്തെ ഒരു സാക്ക് സ്ട്രക്ചർ ഉണ്ട്. എന്തുണ്ട്? സാക്ക് സ്ട്രക്ചർ. ഇതിനെ സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് വിളിക്കും. സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് വിളിക്കും. ഈ സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് വെച്ചാൽ ഒരു ചെറിയ ബാഗ് പോലെ ഇരിക്കുന്ന സാധനമാണ്. ഈ ബാഗിനകത്തൊരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ബാഗിനകത്ത് പോലെ സാധനത്തിനകത്ത് എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇമ്പൾസ് വന്ന് എന്ത് ചെയ്യും? ഇതിനെ ഈ പറയുന്ന സിനാപ്റ്റിക് വെസിക്കിളിനെ ഇങ്ങ് അറ്റത്തേക്ക് കൊണ്ടുവന്ന് പൊട്ടിക്കും. അപ്പോൾ എന്ത് പറ്റും? അതിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ഗ്യാപ്പിലോട്ട് വരും. ഈ ഗ്യാപ്പിനെയാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് വിളിക്കുന്നത്. സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഒരു സിനാപ്റ്റിക് നോബിനും മറ്റൊന്നിനും ഇടയിൽ കാണുന്ന സ്ഥലമാണ് എന്ത്? സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ന്യൂറോണുകൾക്കിടയിലുള്ള ഗ്യാപ്പ്. ഈ ഗ്യാപ്പിലോട്ട് ആരെ കടത്തിവിടും? ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കടത്തിവിടും. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്തും. എവിടെ എത്തും? ഈ എത്തുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ. എന്തുവാണ്? പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ എന്ന് വെച്ചാൽ തൊട്ടിപ്പുറത്തെ ഡെൻഡ്രൈറ്റ് തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഇവിടെയാണ്. ഈ പോസ്റ്റ് സിനാപ്റ്റിക് വെസിക്കിളിനകത്തായിട്ട് ഒരു സാധനമുണ്ട്. എന്താണ് ഈ സാധനം? ഇവൻ്റെ പേരാണ് റിസെപ്റ്റർ. റിസീവ് ചെയ്യുന്നതെന്ന് ഓർത്തു വയ്ക്കാം. അങ്ങനെ ഈ കെമിക്കലായ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? ഈ റിസെപ്റ്ററിൽ പോയി തട്ടും. അപ്പോൾ എത്രത്തോളം ചാർജാണോ ഇങ്ങോട്ട് വന്നത് അതിന് അളവിലായിരിക്കും ന്യൂറോ ട്രാൻസ്മിറ്റർ എമിറ്റ് ചെയ്യുന്നത്. ആ അളവിനനുസരിച്ചായിരിക്കും റിസീവർ റിസെപ്റ്റർ റിസീവ് ചെയ്യുന്നത്. സോ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ ഉണ്ടാക്കും? റിസീവറിനകത്ത് നിന്ന് പുതിയ ഇമ്പൾസ് ഉണ്ടാക്കും. ഈ പുതിയ ഇമ്പൾസ് എന്ന് പറയുന്നത് ഈ വന്ന ഇമ്പൾസ് എത്രയാണോ അതിന് ഈക്വൽ ആയിരിക്കും. ആ ഇമ്പൾസ് എന്ത് ചെയ്യും? തിരിച്ച് ട്രാവൽ ചെയ്യും. അതായത് ഇവിടെ നിന്ന് എവിടെ എത്തിയപ്പോഴത്തേക്കും തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിലെത്തി, എന്നിട്ട് ഇതുവഴി സഞ്ചരിച്ച് ഇങ്ങനെ പോയിട്ട് അടുത്ത സ്ഥലത്തെത്തും. അവിടെ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് എന്ത് പറ്റുന്നത്? ഒരു ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലോട്ട് പോകുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എന്താ സംഭവം? നമ്മളിവിടെ പാർട്സിനെ പറ്റിയാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഒരു ന്യൂറോണിൽ ഒരു ഇമ്പൾസ് ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഒരു ന്യൂറോണിനകത്ത് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവും ഉണ്ട്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ഇതിനകത്തോട്ട് കയറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ആ ഇമ്പൾസായ പോസിറ്റീവ് അവിടെ നിൽക്കാതെ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് വിളിക്കും? നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കും. ഈ നെർവ് ഇമ്പൾസ് ഒരു നെർവ് കഴിഞ്ഞ് എങ്ങനെ അടുത്തതിലേക്ക് പോകും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഒരു ഇമ്പൾസ് എവിടെ എത്തി? ഒരു നെർവിൻ്റെ അവസാനത്തിലെത്തി. സോ ഒരു നെർവ് അവസാനിക്കുന്നത് ആക്സോണിൻ്റെ അവസാനമാണ്. അതിന് സിനാപ്റ്റിക് നോബ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞു.
ആ സിനാപ്റ്റിക് നോബിൽ ആരെത്തി? ഈ പറയുന്ന ഇമ്പൾസ് എത്തി. ഇനി സിനാപ്റ്റിക് നോബിൻ്റെ പ്രത്യേകത, അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ കുറച്ച് സാക്ക് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേരാണ് സിനാപ്റ്റിക് വെസിക്കിൾ. എന്ന് വെച്ചാൽ ഒരു ചെറിയ ബോളുണ്ട്. ആ ബോളിനകത്ത് എന്തുണ്ട്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കാണും. എന്ത് കാണും? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കാണും. ഡോപ്പാമിൻ എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അത് ഇതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടുന്ന് എത്ര ചാർജാണോ അല്ലെങ്കിൽ ഇമ്പൾസ് ആണോ വരുന്നത് അതിനനുസരിച്ചുള്ള വെസിക്കിള് ഈ എൻഡിലേക്ക് എത്തിയിട്ട് പൊട്ടിയിട്ട് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ഗ്യാപ്പിലേക്ക് കൊടുക്കും. ആ ഗ്യാപ്പിൻ്റെ പേര് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ന്യൂറോ. അങ്ങനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ എന്ത് വന്നു? ന്യൂറോ ട്രാൻസ്മിറ്റർ വന്നു. അതിങ്ങനെ ട്രാവൽ ചെയ്ത് തൊട്ടടുത്ത സ്ഥലമെത്തും. ആ സ്ഥലത്തിൻ്റെ പേര് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ എന്നാണ്. അതായത് ഈ ഡെൻഡ്രൈറ്റ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ, ദ ടിപ്പ് ഓഫ് ദ ഡെൻഡ്രൈറ്റ് വിച്ച് കണ്ടെയ്ൻ ദ റിസപ്റ്റേഴ്സ് ഫോർ റിസീവിങ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിസീവ് ചെയ്യുകയും അതിന് ഈക്വലായിട്ട് എന്ത് പറ്റും? ഒരു ഇമ്പൾസ് ഉണ്ടാക്കുകയും ചെയ്യും. അതിന് ഈക്വലായിട്ട് എന്തുണ്ടാക്കും? ഒരു ഇമ്പൾസ് ഉണ്ടാക്കും. സോ ഇവിടുന്ന് വരുന്ന ഇമ്പൾസ് എത്രയാണോ അതിന് ഈക്വലായിട്ടുള്ള ഇമ്പൾസ് ഉണ്ടായിട്ട് ഇനി ആ ഇമ്പൾസ് എന്ത് ചെയ്യും? ആ നെർവിലൂടെ ട്രാവൽ ചെയ്ത് അടുത്തതിലേക്ക് എത്തും. സോ ഇതാണ് സംഭവം എന്ന് പറയും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ സിനാപ്റ്റിക് നോബ് secrete neurotransmitter to the synaptic cleft when the impulse reach there. These neurotransmitter bind with the receptors of postsynaptic membrane and stimulate the synapses transmit the impulses to only one direction and increase the speed of the impulse. ഇത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ആദ്യം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ? നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. സോ എന്താണ് സിനാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോൺസുകളുടെ ഗ്യാപ്പിനെയാണ് സിനാപ്സ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സൈറ്റ് വെയർ എ നെർവ് ഇമ്പൾസസ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ. ഓക്കെയാണ്. സോ എങ്ങനെയാണ് നടക്കുന്നത്? ടു ട്രാൻസ്മിറ്റ് എ നെർവ് ഇമ്പൾസ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബോഡി ടു അനദർ, ഇറ്റ് ഹാസ് ടു ട്രാവൽ ത്രൂ ഡിഫറൻറ്റ് ന്യൂറോൺസ്. ദ പാർട്ട് വെയർ ദ ഇമ്പൾസ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ന്യൂറോൺ ഇസ് കാൾഡ് സിനാപ്സ്. ഇപ്പോൾ മോളിൽ പറഞ്ഞ പോയിന്റ് തന്നെ ഒരു പാരഗ്രാഫായിട്ട് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു സിനാപ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് വെസിക്കിള്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈനും ന്യൂറോ ട്രാൻസ്മിറ്റർ. എന്താ അതിൻ്റെ ജോലികൾ നമുക്ക് നോക്കാം. സിനാപ്റ്റിക് നോബ് എന്ന് വെച്ചാൽ ലൊക്കേറ്റഡ് ദ ടിപ്പ് ഓഫ് ദ ആക്സോൺ ആണ്. എന്ത് ചെയ്യും? കണ്ടെയ്ൻ ദ വെസിക്കിൾ ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ. സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് വെച്ചാൽ എന്താ? ടൈനി സാക്ക് ഇൻസൈഡ് സിനാപ്റ്റിക് നോബാണ്. ഇതിനകത്താണ് കെമിക്കലായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. എന്താ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്? സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ന്യൂറോണിനാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിലൂടെയാണ് ക്രോസ് ചെയ്ത് അടുത്തതിലേക്ക് എത്തുന്നത്. എന്താണ് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ? ടിപ്പ് ഓഫ് ദ ഡെൻഡ്രൈറ്റ് ഓഫ് ദ റിസീവിങ് ന്യൂറോണാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട് ദാറ്റ് ഡിറ്റക്ട് ദ റിസീവ്ഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ. എന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ? കെമിക്കൽ ദാറ്റ് ക്യാരി ദ ഇമ്പൾസസ് അക്രോസ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അല്ലേ, ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റിലൂടെ ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ആളാണ് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ. അസറ്റൈൽ കൊളൈൻ, ഡോപ്പാമൈൻ ഒക്കെയാണ് എന്തിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നെർവ് ഇമ്പൾസ് സിനാപ്റ്റിക് നോബിൽ എത്തുന്നു. വെസിക്കിൾ റിലീസ് ചെയ്യുന്നു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ എങ്ങോട്ട്? സിനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ട്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും റിസപ്റ്ററുമായിട്ട് ഇവിടെയുള്ള പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈനുള്ള. അങ്ങനെ ഒരു പുതിയ ഇമ്പൾസ് അവിടെ നിന്ന് എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യും. നോക്കി, ഇമ്പൾസ് ട്രാൻസ്മിഷൻ അറ്റ് ദ സിനാപ്റ്റീസ് വൺ ഡയറക്ഷണൽ. ഇനി അതാണ് പറയാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് തുടങ്ങുകയാണ്. അവിടുന്ന് എന്താണ്? ഡെൻഡ്രോൺ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സെല്ലിൻ്റെ ബോഡി ഉണ്ടാകും. അത് കഴിഞ്ഞ് ആക്സോൺ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ആക്സോണൈറ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് സിനാപ്റ്റിക് നോബ് ഉണ്ടാവും. അടുത്ത് വീണ്ടും ഇങ്ങനെ ഈ ഒരു രീതിയിലെ മെസ്സേജ് ഒറ്റ ഡയറക്ഷന് മാത്രമേ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ആക്സോണിൻ്റെ അവസാനമേ ഉള്ളൂ. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ആക്സോൺ അല്ലെങ്കിൽ ആക്സോണൈറ്റിൻ്റെ അവസാനമേ ഉള്ളൂ. ഈ സിനാപ്റ്റിക് നോബിനകത്ത് മാത്രമേ എന്തുള്ളൂ? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളൂ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈനിൽ എന്ത് വേണം? റിസപ്റ്റേഴ്സ് വേണം. ഇത് എവിടെയേ ഉള്ളൂ? ഇത് ഡെൻഡ്രൈറ്റിൽ മാത്രമേ ഉള്ളൂ. സോ ഒരു ആക്സോണിൽ നിന്ന് എപ്പോഴും എങ്ങോട്ട് മാത്രമേ ഇമ്പൾസ് പോവുള്ളൂ? ഡെൻഡ്രൈറ്റിലോട്ട്, അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റിലോട്ടേ പോവുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം ആക്സോണാണ് കൊടുക്കാനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളത്, ഡെൻഡ്രൈറ്റിനകത്താണ് അത് റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഒറ്റ ഡയറക്ഷനിൽ പോകും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ചോദിക്കാം. അതായത് നോക്കിയേ, എന്താ സംഭവം എന്ന് വെച്ചാൽ നോക്കിയേ,
ദ റോൾ ഓഫ് സിനാപ്സ് ഇൻ കൺട്രോളിങ് ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് ദ ഇമ്പൾസ് എന്ന് ചോദിച്ചാൽ ഇത് പറയണം. നോക്കിയേ, ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ഓൺലി റിലീസ്ഡ് ഫ്രം ദ സിനാപ്റ്റിക് നോബ്. ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് നോബിൽ നിന്ന് മാത്രമേ റിലീസ് ചെയ്യുള്ളൂ, അതായത് ആക്സോണിൻ്റെ അവസാനത്തിൽ നിന്ന്. അതുപോലെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് എവിടെ മാത്രമേ ഉള്ളൂ? പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ അഥവാ ഡെൻഡ്രൈറ്റിക് എൻഡിൽ മാത്രമേ ഉള്ളൂ. ഇതെന്ത് എൻഷുർ ചെയ്യും? നെർവ് ഇമ്പൾസ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലാണെന്നുള്ള കാര്യം ഇതെന്ത് ചെയ്യും? എൻഷുർ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, നെർവ് ഇമ്പൾസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺസിനെ പറ്റിയിട്ടാണ്. അത് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോണും അതുപോലെ തന്നെ സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും അത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഒക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ള 2 ക്ലാസ്സും കൂടി കൊണ്ട് നമുക്ക് തീർക്കാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.